ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ആവേശഭരിതമായ മത്സരത്തിനൊടുവിൽ കൊളംബിയയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തിളങ്ങിയത് മറ്റാരുമല്ല, വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. അദ്ദേഹം നേടിയ ആ ഒരു തകർപ്പൻ ഗോളാണ് ബ്രസീലിന് ഈ ഒരു മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മത്സരത്തിന്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ ബ്രസീൽ ലീഡ് സ്വന്തമാക്കിയിരുന്നു. റാഫീഞ്ഞയായിരുന്നു ബ്രസീലിന് ലീഡ് നേടിക്കൊടുത്തത്. വിനീഷ്യസ് ജൂനിയർ ഒരു പെനാൽറ്റി വോൺ ചെയ്യുന്നു. അത് കൃത്യമായി ഗോളാക്കി മാറ്റാൻ റാഫീഞ്ഞയ്ക്ക് കഴിയുന്നു. അങ്ങനെ 6ാമത്തെ മിനിറ്റിൽ ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 41ാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡയസിലൂടെ കൊളംബിയക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞു. ഹാമിഷ് റോഡ്രിഗസിന്റെ ഒരു പാസ് വരുന്നു. വളരെ മികച്ച ഒരു ഫിനിഷിങ്ങിലൂടെ ഡയസ് അത് പന്ത് വലയിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ രണ്ട് ടീമുകളും 1-1 എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം പകുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ ബ്രസീലിന് ലഭിച്ചു. പക്ഷെ അതൊന്നും മുതലെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അഥവാ 99ാമത്തെ മിനിറ്റിലാണ് വിനീഷ്യസിന്റെ ഗോൾ പിറക്കുന്നത്. റാഫീഞ്ഞയുടെ പാസ് സ്വീകരിച്ച് അദ്ദേഹം ബോക്സിന് വെളിയിൽ നിന്നും ഒരു തകർപ്പൻ ഷോട്ട് ഉതിർക്കുകയായിരുന്നു. ഒരു ലോങ് റേഞ്ച് ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ആ ഗോളാണ് ഇപ്പോൾ ബ്രസീലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അവസാനം വരെ ആവേശം നിറഞ്ഞ ഈ ഒരു മത്സരത്തിൽ അവസാനത്തിലാണ് ബ്രസീൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് കയറി വരാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം 6ാം സ്ഥാനത്തായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. 13 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങൾ, 3 സമനില, 4 തോൽവി എന്നിങ്ങനെയായി 21 പോയിന്റുകളാണ് ഇപ്പോൾ ബ്രസീലിന് ഉള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റുകൾ ഉള്ള അർജന്റീനയാണ് 1ാം സ്ഥാനത്തുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ അർജന്റീനയും ബ്രസീലും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.